കാരണം അതിൻ്റെ ഏറ്റവും അവസാനം മീഡിയ ഇതിൽ സ്വയം ഇൻവെസ്റ്റിഗേഷൻ ചെയ്യരുതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അവസരം കൊടുക്കണമെന്നുണ്ട്. അവർ ചോദിക്കുന്നതിന് ഞാൻ കറക്റ്റായിട്ട് മറുപടി പറയും. അവർ പാരലൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു, അതിന് എന്ത് കോൺസിക്വൻസ് ആണുള്ളത്? അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച് പാരലൽ അന്വേഷണം നടത്തരുത് എന്നൊക്കെ പറഞ്ഞ് കോടതി കുറച്ച് സ്ട്രിക്ചേഴ്സ് നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനോട് ഞാൻ ശക്തമായിട്ട് വിയോജിക്കുന്നു. കോടതി ഉത്തരവുകളോട് വിയോജിക്കുവാനുള്ള അവകാശം ഏതൊരു വ്യക്തിക്കും ഉണ്ട്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമൊക്കെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടാകാം, പക്ഷേ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരുടെ ആശയവും അഭയകേന്ദ്രവുമാണ് ശബരിമല. ഈ മാധ്യമങ്ങൾ അതിനെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യുമ്പോൾ സെൻസേഷണലിസം വരും. അതുപോലെ പലപ്പോഴും ഈ TRP റേറ്റ് കൂട്ടുവാനുള്ള കോമ്പറ്റീഷനിൽ പലപ്പോഴും റിപ്പോർട്ടർമാർ അബദ്ധസഞ്ചാരം നടത്തിയേക്കാം. അതൊക്കെ ഇരിക്കുമ്പോൾ തന്നെയും ഈ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ത് അന്വേഷിക്കണം എന്നുള്ള ആ ഒരു വിവേചനം, എന്ത് കാണണം എന്ത് കാണാതിരിക്കണമെന്നൊരു വിവേചനം ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനുണ്ടാകും. പലപ്പോഴും അവരുടെ കണ്ണുകളിൽ ബോധപൂർവമോ അല്ലാതെയോ വിട്ടുപോകുന്ന കാര്യങ്ങൾ സപ്ലൈ ചെയ്യുന്നത് ശബരിമല വിഷയത്തിൽ മാധ്യമങ്ങൾ കാണിക്കുന്ന ഈ ഒരു അത്യുത്സാഹമാണ്. അങ്ങനെയുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അവർ പാരലൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു. അതിന് എന്ത് കോൺസിക്വൻസ് ആണുള്ളത്? അവരന്വേഷിക്കുമ്പോൾ പബ്ലിക് ഡൊമൈനിൽ വരുന്ന കുറച്ച് മെറ്റീരിയൽസ് ഉണ്ട്. ഈവൻ സുപ്രീം കോടതി പോലും ചീഫ് ജസ്റ്റിസിനെതിരെ ലൈംഗികാരോപണം ഉയർന്നു വന്ന സമയത്ത് പോർട്ടൽസിലൂടെയാണ് ലൈംഗികാരോപണം ഉയർന്നത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അവരെയൊക്കെ വിലക്കിയോ? അതിനുശേഷമുണ്ടായ മാധ്യമ വിചാരണയെ വിലക്കുകയാണോ ചെയ്തത്? കാരണം ആരോപണം ഉയർന്നിരിക്കുന്നത് ചീഫ് ജസ്റ്റിസിനെതിരെയാണ്. ധർമ്മസ്ഥല കേസിൽ മാധ്യമങ്ങളുടെ വായി പൂടിക്കെട്ടണമെന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ കേസ് വന്നപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇടപെട്ടില്ല. കോടതി പറഞ്ഞു നോ മാധ്യമങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ ഇടപെടാനില്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതി ആ ഒരു ആവശ്യത്തെ നിഷ്കരണം തള്ളുകയാണ് ചെയ്തത്. ഇത് ശബരിമലയുടെ വിഷയമാണ്, ഇത് മറ്റൊരു സാധാരണ വിഷയമല്ല. മാധ്യമങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് അത്രയധികം ഉത്കണ്ഠ അതിനെക്കുറിച്ചുണ്ട് എന്ന് പൂർണ്ണമായിട്ട് ബോധ്യമുണ്ടായിട്ടാണ് അന്വേഷിക്കുന്നത്. ഞാനൊരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ശബരിമല എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനത്തിനോട് അല്ലെങ്കിൽ ആ ഒരു ക്ഷേത്രത്തിനോട് പൂർണ്ണമായിട്ടും ആരാധന പുലർത്തുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ മാത്രമാണ് ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത്. ഇതിനെ സംബന്ധിച്ച് ഞാൻ ആരോടും ഇതുവരെ അഭിപ്രായം പറഞ്ഞിട്ടുമില്ല. കോടതി കുറച്ച് എക്സസീവ് ആയിട്ടുള്ള സ്ട്രിക്ചേഴ്സ് ആണ് മാധ്യമങ്ങളെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് വരും, ഡെഫമേഷൻ വരും. 19(2) പ്രൊവിഷൻസ് ഉണ്ടെങ്കിൽ യു ടേക്ക് ആക്ഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് ദാറ്റ്. ഇത് ഗാഗ് ഓർഡർ ഒന്നും പാസ് ചെയ്യാനൊക്കത്തില്ല. ഇവിടെ മാധ്യമങ്ങൾ ഇവിടെ കേരളം എന്താ ശബരിമലയിൽ സുപ്രീം കോടതിയുടെ ഉത്തരവ് വന്നതിന് ശേഷം എത്രമാത്രമാണ് കേരളം പ്രക്ഷുബ്ധമായത്? അതൊക്കെ ഡിബേറ്റബിൾ ആയിരിക്കാം. ജനങ്ങൾക്കുള്ള ആശങ്കയാണ് അത്തരത്തിൽ അൺപ്രീസിഡന്റഡ് ആയിട്ട് ഒരു ആരാധനാലയത്തെ സംബന്ധിച്ച് ഇന്ത്യൻ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിൽ നടന്നിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ഡിസ്കോഴ്സ് ഇവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അത് ശബരിമലയുടെ പ്രാധാന്യമാണ്. അതിനെ പോസിറ്റീവായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മാധ്യമ പ്രവർത്തകർ റിപ്പോർട്ടിങ്ങിലൂടെ കൊണ്ടുവരുന്ന മെറ്റീരിയൽസും വെളിച്ചത്ത് കൊണ്ടുവരുന്ന കാര്യങ്ങളും ഒരു ടീം, ഒരു അന്വേഷണ സംഘം ഒരിക്കലും പുറത്തു കൊണ്ടുവരാൻ കഴിയുന്നതാവില്ല.